മത്തായി സുവിശേഷം 8-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം യേശു കർത്താവിനെ രാജാവായി ചിത്രീകരിക്കുന്നു. രാജാവിന്റെ ശക്തിയാണ് 8-9 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 8-9 അധ്യായങ്ങളിലായി കർത്താവ് ചെയ്തതായ 10 അത്ഭുതങ്ങൾ, 10 മിറക്കിൾസിനെയാണ് മത്തായി സുവിശേഷകൻ ചിത്രീകരിക്കുന്നത്. അത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നാം അതിനെ ഡിവൈഡ് ചെയ്തത് 3 രീതിയിലുള്ളതായ അത്ഭുതങ്ങൾ അവിടെ 8-9 അധ്യായങ്ങളിലുള്ള 10 അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാനൊക്കെ ഇടയായി തീർന്നു. കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ഓർപ്പിച്ചതാണ്. കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങൾ അതിന്റെ 8-ാം അധ്യായം വരെയുള്ളതായ അത്ഭുതങ്ങള് 3 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് പഠിക്കുന്നത്. ഒന്ന്, സമൂഹത്തിൽ വലിയ സ്ഥാനമില്ലാത്തതായ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ളതായ, പുറം തള്ളപ്പെട്ടതായ ആളുകൾക്ക് വേണ്ടി ചെയ്തതായ ദൈവകൃപ. രണ്ടാമതായിട്ട്, സമാധാനം ആവശ്യമായിരിക്കുന്നതായ ചില ഗ്രൂപ്പുകൾക്ക് വേണ്ടി അവൻ സമാധാനത്തിന്റെ അത്ഭുതം വിടുവിച്ച കാര്യങ്ങളാണ് 9-17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. തകർന്നതായ, നുറുങ്ങിയതായ അവസ്ഥയിലായിരുന്നതായ ആളുകളെ ദൈവം വിടുവിച്ചതായ, റിസ്റ്റോർ ചെയ്തതായ കാര്യമാണ് 9-ന്റെ ബാക്കി അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവൻ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വിടുവിച്ച കാര്യം പറഞ്ഞപ്പോൾ അവിടെ 3 രീതിയിലുള്ളതായ ദൈവിക പ്രവർത്തനങ്ങളാണ് കണ്ടത്. 1, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്. 2, യഹൂദനല്ലാത്ത ജാതിയായ ശതാധിപന്റെ വേലക്കാരനെ, സേർവന്റിനെ ഹീൽ ചെയ്തത്. അത് 8-13 വരെയുള്ള വാക്യങ്ങളില്. അത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് പത്രോസിന്റെ അമ്മാവിയമ്മയെ കർത്താവ് സൗഖ്യമാക്കിയതായ കാര്യമാണ്. മത്തായി സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം അത് വായിക്കുന്നു. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്ന കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു, അവൾ എഴുന്നേറ്റു, അവർക്ക് ശുശ്രൂഷ ചെയ്തു. താഴെ വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. പരീശന്മാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു പരീശൻ ചിന്തിക്കുന്നതും പരീശന്റെ ഉള്ളിലുള്ളതായ അഹങ്കാര ചിന്ത ഒന്ന് ദൈവം തനിക്ക് എന്തോ പ്രത്യേകത ചെയ്തതായിട്ടാണ്. സ്ത്രീയെ കുറിച്ചും യഹൂദനല്ലാത്തവരെ കുറിച്ചും ഒക്കെയും വളരെ താണ രീതിയിൽ അവർ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ദൈവം ചെയ്തതായ അത്ഭുതമാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഒരു പരീശ പ്രമാണിയായിരുന്നുവെങ്കിൽ പത്രോസിന്റെ വീട്ടിൽ പനിയായി കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന ആ മാതാവിനെ കുറിച്ച് അല്ലെങ്കിൽ അമ്മാവിനെ കുറിച്ച് വലിയ കൺസേൺ ഒന്നും തോന്നുകയില്ല. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള ഒരാളിന്റെ അടുത്തേക്ക് എന്ന് വിളിച്ചതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ മർക്കോസ് വിശേഷത്തിലും ലൂക്കോസ് വിശേഷത്തിലും നമ്മൾ ഇതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. മർക്കോസ് 1-30 വാക്യം വായിക്കുമ്പോൾ ഇത് കഫർനഹൂമിലാണ് പത്രോസിന്റെ വീട്. പത്രോസിന്റെ അന്ത്രയോസിന്റെയും വീട്ടിൽ ചെന്നു എന്നാണ് ഒരിടത്ത് വായിക്കുന്നത്. മർക്കോസ് വിശേഷത്തെ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാനോടും യാക്കോബിനോടും കൂടെ അവിടെ ചെന്നു എന്നാണ് വായിക്കുന്നത്. അവർ പത്രോസിന്റെ അമ്മാവിയമ്മയെ കുറിച്ച് യേശുവിനോട് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് വിശേഷം എഴുതിയിരിക്കുമ്പോൾ കഠിന ജ്വരം പിടിച്ചു കിടപ്പിലായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ നാം ചേർത്ത് വായിക്കുമ്പോൾ കർത്താവ് ഈ മറിയെ സൗഖ്യമാക്കിയ വിഷയം നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആത്മീയമായി ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഓരോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കർത്താവിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടത്, 1, പത്രോസിനൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഇല്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വേദോസ്തവത്തിൽ അത് കൃത്യമാണ്, പത്രോസിനൊരു ഭാര്യ ഉണ്ടായിരുന്നു. പിന്നെ ഈ അമ്മായിയമ്മയെ കൂടെ താമസിപ്പിച്ചിരുന്നു. അമ്മായിയമ്മയും പത്രോസിന്റെ കൂടെ ആയിരുന്നു. സൗഖ്യമായി കഴിഞ്ഞ് പിന്നെ കുറച്ചുനേരം കൂടെ കിടന്ന് ആരോഗ്യം പ്രാപിക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ സിനഗോഗിലെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് യാക്കോബും യോഹന്നാനും പത്രോസും അന്ത്രയോസും അവർക്കെല്ലാം വലിയ സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ്. ഇത്
ഇതൊരു സാധാരണ ഒരു ചെറിയ മിറക്കിളായി, ഒരു മൈനർ മിറക്കിളായിട്ടൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ഈ മിറക്കിൾ നിമിത്തം വളരെ കാര്യങ്ങൾ നടന്നു എന്നാണ് 16 വാക്യങ്ങൾ വായിക്കുന്നത്. അന്ന് ശബത്ത് ദിവസമാണല്ലോ. യഹൂദന്മാരുടെ ശബത്ത് ശനിയാഴ്ച ഈവനിങ്ങോടുകൂടി തീരുകയാണ് ചെയ്യുന്നത്. അവരതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. വൈകുന്നേരമായപ്പോഴത്തേന് ആളുകൾ രോഗികളുമായി കിടക്കയോടും ഒക്കെ എടുത്ത് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നതാണ് അവിടെ വായിക്കുന്നത്. പല ഭൂതഗ്രസ്തരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്ക് സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകൾ എടുത്ത് വ്യാധികളെ ചുമന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ നിവൃത്തിയാകുവാൻ തന്നെ. മത്തായി യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഉള്ളതായ അതിന്റെ ശരിയായ അർത്ഥം ഇങ്ങനെയാണ്: ട്രൂലി ഹി ലിഫ്റ്റഡ് അപ്പ് അവർ സിക്നസ് ആൻഡ് കാരിഡ് അവർ പെയിൻസ്. ആ ഓരോ അർത്ഥങ്ങളും നമുക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ്. അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നത് എന്നൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അത്രയും ചിന്തിക്കത്തില്ല. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മുടെ രോഗങ്ങളെയൊക്കെ മാറ്റി തന്നെയല്ല നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകൾ ഏതെല്ലാം രീതിയിലുള്ള വേദനകളാണെങ്കിലും അതെല്ലാം ചുമക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ട് വന്നത് ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ദൈവത്തിന്റെ കൃപ ആദരിക്കുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ കർത്താവിന്റെ സ്നേഹവും കരുണയും എത്ര വലിയതാണ്. എല്ലാവരും ലോകത്തിൽ മാന്യന്മാരോ മഹാന്മാരോ ആകണമെന്നില്ല. വലിയ പേരും അല്ലെങ്കിൽ സ്ഥാനവും പണവും ഒക്കെ ഉള്ളവരെ മാനിക്കുന്ന ഒരു ലോകമാണ് ക്രിസ്തീയ ലോകത്തിൽ പോലും, പെന്തക്കോസ്ത് സമൂഹത്തിൽ പോലും. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. ആരും നോക്കാത്ത, അവഗണിച്ചു കിടക്കുന്ന താഴേക്കിടയിലുള്ള ആളുകളെ പോലും കൺസേൺ ചെയ്യുന്ന യേശു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുമ്പനാട്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറിന്റെ വൈഫ് അമ്മച്ചിയുമായി ഞാൻ അവരോടുകൂടെ കുറച്ചാൾ താമസിച്ചിരുന്നു. സഭാ ചുമതല അവിടെ ഉണ്ടായിരുന്നു. അമ്മച്ചി ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നോട് അമ്മച്ചി പറഞ്ഞത്, കുഞ്ഞെ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭായോഗത്തിൽ കുമ്പനാട്ട് വലിയ ആത്മീയ അന്തരീക്ഷം ഉണ്ടായി എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ അന്നത്തെ കാലത്ത് എല്ലാവരും സാക്ഷ്യം പറയുമല്ലോ. വലിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ താണ അവസ്ഥയിൽ ജീവിച്ചിരുന്നതായ വേലക്കാരിയായ കൊയ്ത്തിനൊക്കെ പോകുന്നതായ താഴെ വർഗത്തിലുള്ളതായ ഒരു സഹോദരി സാക്ഷ്യം പറയാൻ എഴുന്നേറ്റു. അറിയുന്നേരം ഒന്നും പറഞ്ഞില്ല. ആ സഹോദരി സാക്ഷ്യം പറഞ്ഞ ഇങ്ങനെയാണ്: എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ഈ ആഴ്ച കൊയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വളരെ ധൃതിയായി കറ്റയെല്ലാം കെട്ടി കൊയ്തു മുന്നോട്ട് പോയി. ഞങ്ങളെല്ലാ കറ്റയും കതിരും അറുത്തെടുത്തോ എന്നൊന്നും നോക്കുന്നില്ല. എത്രയും വേഗം എത്രയും കറ്റ കൊയ്യാമെന്നാണ് ഞങ്ങളുടെ വിചാരം. എന്നാൽ ഞങ്ങൾ കൊയ്ത വഴിയിലൊക്കെ ഇങ്ങനെ അരിവാള് ചെല്ലാതെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ആ കണ്ടത്തിന്റെ ഉടമസ്ഥൻ ഇങ്ങോട്ട് വന്ന് ഒരു അരിവാളം കൊണ്ട് വന്ന് ഞങ്ങൾ ഇട്ടേച്ചു പോയതായ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയതായ അതെല്ലാം കൊയ്തെടുത്ത് മാറ്റുന്നത് കണ്ടു. അപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, ലോകത്തിന്റെ മുമ്പാകെ ഞാൻ അതുപോലെ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. എന്നാൽ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു, എന്നെ സ്നേഹിച്ചു എന്നൊരു സാക്ഷ്യം പറഞ്ഞതോടുകൂടി വലിയ ആത്മീയ അന്തരീക്ഷം അവിടെ ഉണ്ടാകുവാനൊക്കെ ഇടയായി തീർന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയുടെ പ്രവർത്തനമെല്ലാം ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട വേണ്ടാത്ത ആളുകളെ ഒക്കെ തേടി വന്ന് അവരെ സഹായിക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്യുന്ന ദൈവകൃപയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 3 ഗ്രൂപ്പായിട്ട് തിരിച്ച് മത്തായി സുവിശേഷകൻ ഈ അത്ഭുതങ്ങൾ പറയുമ്പോൾ ഈ 3 രീതിയിലുള്ള ആളുകളെ, കുഷ്ഠരോഗിയെ, ജാതിയായ ശതാധിപനെ, ഒരു സ്ത്രീയെ ഒക്കെ യേശു വിടുവിച്ച് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ഇന്റർലൂഡ് ഉണ്ട്. ഒരു കൊച്ചൊരു കാര്യം രേഖപ്പെടുത്തുന്നു. അവിടെ ഒരു പ്രത്യേക കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് 18 മുതൽ 22 വരെയുള്ളതായ വാക്യങ്ങൾ. ഇനിയും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് വേറൊന്നും പറയുന്നുണ്ട്. അതെല്ലാം കാണുന്നത് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ്, യേശുവിന്റെ ശിഷ്യത്വത്തെ കുറിച്ചാണ് കർത്താവ് പ്രസ്താവിക്കുന്നത്. ഇവിടെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത്തെ ഇന്റർലൂഡാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അത് ഇങ്ങനെയാണ്: എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു. അന്നൊരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു. ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവെ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ വിലയുള്ളതാണ്.
അത് കോസ്റ്റ് ഉള്ളതാണ്, അതിനും വില മുടക്കേണ്ടതായിട്ടുള്ളതാണ്. ഇവിടെ യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയതേ ഉള്ളൂ, അത്ഭുതങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. ഈ സമയത്ത്, ഇത് എഴുതിയ സമയത്ത് അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒത്തിരി ശത്രുക്കൾ യേശുവിനില്ല. പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിന് എതിരെ തിരിയുന്ന സമയമായി വരുന്നതേ ഉള്ളൂ. വലിയ വിശാലം ഉണ്ടപ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് കർത്താവ് പറഞ്ഞു. അക്കരയ്ക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഒരു ശാസ്ത്രി വന്നിട്ട്, പരീക്ഷന്മാരെ ശാസ്ത്രികളെ ഒന്നിച്ചാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവർ രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്നവരാണ്. ഇവർ രണ്ടുമാണ് എപ്പോഴും യേശുവിന്റെ പഠിപ്പിക്കലുകളോട് അത്ഭുതങ്ങളോട് എതിർത്ത് നിന്ന് അതിനെ വിമർശിച്ചിട്ടുള്ളത്. ഒരു ശാസ്ത്രി വന്നിട്ട് പറയുകയാണ്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. കേട്ടതൊന്നും വളരെ നല്ലൊരു തീരുമാനമാണെന്ന്, വെൽക്കം ചെയ്യപ്പെടേണ്ടതായ ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഹൃദയത്തെ അറിയുന്ന കർത്താവിനറിയാം ഇവന്റെ പുറമെയുള്ള പറച്ചിലൊന്നും വലിയ വിലയുള്ളതല്ല. ഇതിന്റെ പിന്നിൽ അവന്റെ നല്ല ആന്തരവുമല്ല എന്ന് കർത്താവിന് മനസ്സിലായിട്ട് പറഞ്ഞ ഇതാണ് ഈസിയായ കാര്യമല്ല. എന്നെ അനുഗമിക്കാൻ വരുന്നെങ്കിൽ എന്നെ പോലെ ആയിരിക്കണം, എന്നെ പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ, എന്റെ ആറ്റിറ്റ്യൂഡിനോടുകൂടി എന്റെ സ്വഭാവത്തോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ എന്നെ അനുഗമിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ലാത്തവനായി, കിടക്കാൻ പോലും ഇടമില്ലാത്തവനായ എന്നെ പോലെ ആകുവാൻ മനസ്സുണ്ടോ എന്ന ചോദ്യം അവിടെ ധ്വനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ വേറൊരുത്തൻ വന്നിട്ട് ശിഷ്യന്മാരിൽ ഒത്തിരി ശിഷ്യന്മാർ യേശുവിന്റെ പുറകെ പോകുന്നുണ്ട്. ഈ 12 പേരിൽപ്പെട്ടവരല്ല, ഒരാളുടെ കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. വേറൊരുത്തൻ അവനോട്, കർത്താവേ, ഞാൻ മുമ്പേ പോയ എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഈ ബുധന്മാരുടെ ഇടയിൽ ഇന്നത്തെ പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ മരിച്ചു കഴിഞ്ഞ് മോർച്ചറി കൊണ്ട ബോഡി വെച്ച് കുറച്ചു ദിവസം കഴിഞ്ഞ് അടക്കുന്ന രീതിയില്ല. മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അടക്കം നടന്നിരിക്കണം, അന്ന് തന്നെ അടക്കം നടന്നിരിക്കണം. അപ്പോൾ ഈ അപ്പൻ മരിച്ചു കിടക്കുകയൊന്നും അല്ല ചെയ്യുന്നത്, അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞതായ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്, മനുഷ്യപുത്രൻ എന്ന് എഴുതിയിട്ടുണ്ട്. മനുഷ്യപുത്രനോ തലചായ്പാനിടമില്ല. ഈ മത്തായി സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ വായിച്ചു വരുമ്പോൾ ഒത്തിരിയിടത്ത് മനുഷ്യപുത്രൻ എന്നുള്ള പദം കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ആദ്യമായിട്ടാണ് മത്തായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിലാണ് നമുക്ക് ഇത് കാണുവാനായി സാധിക്കുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ സൺ ഓഫ് മാൻ എന്നുള്ളത് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അതേ പദം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വീണ്ടും മത്തായി ഈ പദം തന്നെ 32 പ്രാവശ്യം തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, അപ്പനെ പോയി ആദ്യം അടക്കം ചെയ്യണം, പിന്നെ വന്ന് നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നമുക്കറിയത്തില്ല, ആദ്യം ഒരുത്തൻ എവിടെ പോയാലും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവനെ ഒഴിവാക്കാനായിട്ടാണ് ശ്രമിച്ചത്. വേറൊരാൾ വന്ന് ഇച്ചിരി കഴിഞ്ഞ് നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പൊ വരണമെന്ന് പറഞ്ഞു. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹൃദയത്തെ അറിയുന്ന കർത്താവ് ഏത് രീതിയിലാണ് ഇവർ സംസാരിച്ചതെന്നറിയാം. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി ഡെഡായിട്ടുള്ള ആളുകൾ ഫിസിക്കലി ഡെഡായിട്ടുള്ള ആളുകളെ കുഴിച്ചിടട്ടെ, നീ എന്താ ജോലി ചെയ്യണം എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഇവിടെ കർത്താവ് ഇത് പറയാനുള്ള കാരണം, ഭൗതികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ വിഷയങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ 2ാം സ്ഥാനത്താണ്. ഏറ്റവും പ്രധാനമായി കർത്താവിന് കൊടുക്കേണ്ടതായ സ്ഥാനം കൊടുക്കണം എന്നാണ് കർത്താവ് ഇവിടെ പറയുവാൻ തക്ക ഇടയായി തീർന്നത്. ഇവിടെ കർത്താവിനെ പിൻപറ്റുക എന്നുള്ളത് ഈസിയായുള്ള കാര്യമല്ല, അത് വളരെ മുതൽ മുടക്കി ചെയ്യേണ്ടതായ വിഷയമാണ്. എന്നാൽ അവിടെ കർത്താവിനെ പിന്നാലെ പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് കർത്താവിടെ രേഖപ്പെടുത്തുവാൻ തക്ക ഇടയായി തീർന്നത്. അത് ചെയ്യുവാനായിട്ട്, മരിച്ചവരെ കുഴിച്ചിടുവാനായി തന്റെ വീട്ടിലെ കാര്യമോ ഫാമിലിയോ ഒന്നും ഗണിക്കേണ്ട എന്നുള്ളതല്ല കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഇത് കൊടുക്കേണ്ട പ്രാധാന്യം കർത്താവിന്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്.
വീട്ടിലെ കാര്യങ്ങളും ഭൗതിക വിഷയങ്ങളും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയി നമുക്ക് വന്ന കാര്യങ്ങളൊക്കെ രണ്ടാം സ്ഥാനത്താണ്. കർത്താവിന്റെ പിന്നാലെ വരുന്നതാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇനി അടുത്ത വിഷയം ആണ് അടുത്ത ഗ്രൂപ്പായിട്ട് കർത്താവ് പറയുന്ന അത്ഭുതങ്ങളാണ്. അടുത്ത ഗ്രൂപ്പായിട്ട് പറയുന്നത് ഡിസ്റ്റർബ് ആയിട്ടുള്ളതായ അല്ലെങ്കിൽ ചഞ്ചലിക്കുന്ന കലങ്ങി മറിയുന്നതായ ആളുകൾക്ക് അവർക്ക് കർത്താവ് ആശ്വാസത്തെ കൊടുക്കുന്നതാണ്, സമാധാനത്തെ കൊടുക്കുന്നതാണ്. പീസ് ടു ദ ഡിസ്റ്റർബ്ഡ്. അത് 8:23 മുതൽ മത്തായി സുവിശേഷം 8:23 മുതൽ 9:17 വരെയുള്ളതായ വാക്യങ്ങളിലാണ് നാം കാണുന്നത്. അവിടെയും 3 അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതാണ് കാണുവാനായി സാധിക്കുന്നത്. ആ 3 അത്ഭുതങ്ങളിലും ഉള്ളതായ ആളുകൾ ഏതെങ്കിലും രീതിയിൽ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ആ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളതായ ആ കഠിനമായ അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾക്ക് സമാധാനം കൊടുക്കുന്നതാണ് ആ 3 മിറക്കിളിലൂടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 23 മുതൽ 27 വരെയുള്ളതായ വാക്യം 8-ാം അധ്യായത്തിലെ തന്നെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന, അവർക്ക് സമാധാനം കൊടുക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. പീസ് ഇൻ ദ സ്റ്റോം. 28 മുതൽ 34 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ, ഒരു സമൂഹത്തിന് മുഴുവൻ, ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് മുഴുവൻ സ്വസ്ഥത കൊടുക്കുന്നതാണ്, ഒരത്ഭുതമാണ് മത്തായി സുവിശേഷത്തിന്റെ തന്നെ 8-ാം അധ്യായത്തിലെ ബാക്കി ഭാഗങ്ങളിൽ നാം വായിക്കുന്നത്. ഇനി 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ കോൺഷ്യൻസിന്, മനസാക്ഷിക്ക് സ്വസ്ഥത കൊടുക്കുന്ന, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വിചാരങ്ങൾക്ക്, സ്വസ്ഥമില്ലാത്ത വിചാരങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കുന്ന കർത്താവിനെയാണ് കാണുവാനായി സാധിക്കുന്നത്. അവിടെ കാറ്റിനെ കടലിനെ ശാസിക്കുന്ന കർത്താവിനെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനും ഉറങ്ങിയായിരുന്നു. അവർ അടുത്തു വന്നു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ അവരുടെ ആത്മവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്താ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാൽ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ ഇങ്ങനെ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗലീല കടലിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, കർത്താവിന്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഗലീല കടലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഗലീല കടൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടലൊന്നും അല്ല, ഒരു തടാകം എന്ന് മാത്രമേ ഉള്ളൂ. 13 മൈൽ നീളം 8 മൈൽ വീതിയും ഉള്ളതായ ഒരു ലേക്കാണ്, ഒരു തടാകമാണ്. ഗനസരത്ത് തടാകമെന്നോ ഗലീല കടലെന്നോ ഒക്കെ വിളിക്കുന്നത്, തിബരിയാസ് കടലെന്നോ ഒക്കെ വിളിക്കുന്നത് ഇതിനെ തന്നെയാണ്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും കൂടുതൽ സമയങ്ങൾ അവിടെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാര് ഒരുമിച്ച് പോകുന്ന ആ സമയത്ത് വലിയ കാറ്റടിച്ചു എന്നാണ് നാം വായിക്കുന്നത്. കർത്താവിന് എല്ലാം അറിയാവുന്ന കർത്താവാണ്. കർത്താവിന് കാറ്റുണ്ടാകുമെന്നും അറിയാമായിരുന്നു. എന്നാൽ ഈ കാറ്റ് ഉണ്ടാകാൻ പോകുന്ന കാറ്റിനെ എന്തുകൊണ്ട് കർത്താവ് പ്രിവെന്റ് ചെയ്തില്ല? കർത്താവിനെ ചെയ്യാമായിരുന്നല്ലോ. കാരണം ഇവര് കർത്താവ് പറയുന്ന അനുസരിച്ചിട്ട് പോയവരാണ്. കാരണം കർത്താവാണ് അവരോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകാൻ. കർത്താവ് പറഞ്ഞത് ഒബേ ചെയ്തു പോയതാണ്. ഒബേ ചെയ്യാതെ പോയവർക്കൊക്കെ കാറ്റിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. യോന പ്രവാചകനെ നമുക്കറിയാം. യോന അനുസരണം കെട്ട പ്രവാചകനായി തീർന്നു. അവനോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് പോകാതെ ഒളിച്ചോടിപ്പോയി. എന്നാൽ ഭയങ്കരമായി കാറ്റടിച്ച് അവനെ കടലിൽ എടുത്തു കളയുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു. സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ കാറ്റടിച്ചത് അനുസരണക്കേട് കൊണ്ടല്ല, അനുസരിച്ചപ്പോഴാണ്. അതുകൊണ്ട് കാറ്റടിച്ചത് കൊണ്ട് അനുസരണക്കേടാണെന്നും ശിക്ഷയാണെന്നും അല്ലെങ്കിൽ ജീവിതത്തിന് നേരെ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളൊക്കെ ദൈവകോപമാണെന്നും ഒക്കെ എപ്പോഴും നാം ചിന്തിക്കരുത്. ഈ കാറ്റ് ഉണ്ടാകുമെന്ന് കർത്താവിനറിയാം. അത് ഉണ്ടാകാതെ ആ കാറ്റിനെ തടയാനും കർത്താവിന് അറിയാമായിരുന്നു. എന്നാൽ അവരെ സ്പിരിച്വലായി ലെസൺസ് പഠിപ്പിക്കുവാൻ, ആത്മീയമായി പുതിയ കാര്യങ്ങൾ അവരെ ട്രെയിൻ ചെയ്യുവാൻ, വിശ്വാസത്തിന്റേതായ ലെസൺസ് അവരെ പഠിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് അത് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ നാം വായിച്ചത് എന്താണ്? കർത്താവ് അവിടെ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവര് കർത്താവിനെ ഉണർത്തിയിട്ട് ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ അവരെല്ലാം ഭയത്തിലായിരിക്കുമ്പോൾ, ഇവര് വെള്ളത്തിൽ ഇറങ്ങുന്നത് പുതിയതായിട്ടൊന്നുമല്ല.
ഇവിടെങ്ങും അവര് പുതിയ ആളുകളല്ല. ഇവര് ജനിച്ചപ്പോൾ മുതലേ ഇവരുടെ തൊഴിലിതാണ്. ഇവര് ഈ കടലില് മീൻ പിടിക്കുന്നവരാണ്. കാറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്, ഓളങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന്റെ നടുവിൽ അവരാകെപ്പാടെ ഭയചകിതരായി തീർന്നപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? അവൻ ഉറങ്ങുകയാണ്. അമരത്ത് തലയിണ വെച്ച് സുഖമായി ഉറങ്ങിയെന്നാണ് വേറൊരു ഭാഗത്ത് കാണുവാനായി സാധിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? അത് കഴിഞ്ഞ് അവര് നിലവിളിച്ചപ്പോഴും കർത്താവ് പറഞ്ഞ് അവരെ വിശ്വസിച്ചത് എന്താണ്? ഈ ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്ത് ഓളങ്ങൾ വന്നാലും എന്ത് തിരമാലകൾ വന്നാലും കർത്താവിന് ആ തിരമാലയുടെ നടുവിലും അറിയായിരുന്നു, ഐ ആം അറ്റ് ദ വിൽ ഓഫ് ദ ഫാദർ. ഞാൻ പിതാവിന്റെ ഹിതത്തിന്റെ നടുവിൽ തന്നെയാണ് ആയിരിക്കുന്നത്. പിതാവിന്റെ ഹിതത്തിൽ ഞാൻ പോകുന്നിടത്തോളം കാലം ഒരു കാറ്റിനും ഒരു തിരമാലയ്ക്കും എന്റെ ശുശ്രൂഷയെ തടയുവാൻ എന്നെ ഇടയ്ക്ക് വെച്ച് നശിപ്പിക്കാൻ കഴിയുകയില്ല. കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്, നിങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ അല്പവിശ്വാസികളായി തീരരുത്. കുറെ സമയത്തിന് മുമ്പ് നമ്മൾ മുമ്പേ ചിന്തിച്ചതായ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ശതാധിപൻ അവൻ വന്ന് പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന്റെ സൗഖ്യം വരും, കാരണം നീ അധികാരമുള്ളവനാണ്, പവർ ഉള്ളവനാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അവൻ അതിശയിക്കുവാൻ തന്നെ ഇടയേറ്റത്. ഇവിടെ കൂടെ നടന്നതായ കർത്താവിന്റെ ശിഷ്യന്മാര് അവനോട് കൂടെ കർത്താവ് ഉണ്ട്, എന്നിട്ടും അവർ ഭയപ്പെട്ടപ്പോൾ കർത്താവ് അവരെ വിളിച്ചത് അല്പവിശ്വാസികളെ എന്ന്. ഒരു ജാതിയെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറയത്തക്ക രീതിയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നപ്പോൾ കൂടെ നടക്കുന്ന ശിഷ്യന്മാര് അല്പവിശ്വാസികളായി തീരുമാനമൊക്കെ ഇടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓളങ്ങളും തിരമാലകളും വരുമ്പോൾ അതിന്റെ നടുവിൽ ഫൈറ്റ് ചെയ്ത് ഭാരപ്പെട്ട് ഭയപ്പെട്ട് നിലവിളിക്കുന്നവരായിട്ടല്ല, കാമൻ പോയിട്ടായി ദൈവം എല്ലാം അറിയുന്നു, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല എന്നുള്ള വിശ്വാസവും ധൈര്യവും ഉണ്ടാകണം. ദൈവം പ്രാർത്ഥനയെല്ലാം കേട്ട് വിടുതൽ ലോകം തരുമ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതല്ല ശരിയായ വിശ്വാസിയുടെ ലക്ഷണം അറിയുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരമാലകൾ അടിക്കുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ അതിന്റെ നടുവിലും എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരുന്നില്ല എന്നുള്ള വിശ്വാസത്തോടെ ധൈര്യത്തോടെ കാര്യങ്ങളെ ഫേസ് ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ അതാണ് യഥാർത്ഥമായ സാക്ഷ്യം, അതാണ് യഥാർത്ഥമായ വിശ്വാസം. കർത്താവിനെ പോലെ തിരമാലകളും കാറ്റും അടിക്കുമ്പോഴും പിതാവിന്റെ ഹിതത്തിനുള്ളിലാണ് ഞാന്, എന്നെ ഒന്നും ചെയ്യുവാൻ ഒരു കാറ്റിനും കഴിയുകയില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവ് അവര് എന്നിട്ട് അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവര് പറയാണ്, ഇവൻ എങ്ങനെയുള്ള മനുഷ്യനാണ്. ഇവരിതിനു മുമ്പ് ഒത്തിരി കാറ്റ് കണ്ടിട്ടുണ്ട്, ഓളങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കാറ്റൊക്കെ ശ്രമിക്കുന്നത് പെട്ടെന്ന് അങ്ങ് ഓൾ ഓഫ് എ സഡൻ നിന്ന് പോവുകയല്ല ചെയ്യുന്നത്. കാറ്റിന്റെ ശക്തി ഒന്ന് കുറഞ്ഞ് സ്ലോ ആയി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കാറ്റ് അടങ്ങുക എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന് മുമ്പാകെ അവന്റെ ശക്തി കണ്ടിട്ട് അവർ അതിശയിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. മനുഷ്യർക്ക് ആർക്കും ഒരു ബുദ്ധിക്കും തോന്നാത്ത രീതിയിൽ അവന്റെ ഒരു വാക്ക് മതി അത്ഭുതങ്ങൾ നടക്കുവാൻ. ഇന്നും അനേക കാറ്റുകളെ ഓളങ്ങളെ വീശുന്ന ഒത്തിരി ദൈവമറ്റുണ്ട്. എന്നാൽ കർത്താവിന് ഒരു നിമിഷം വരെ കാറ്റ് അടങ്ങുക, കടലിൽ ശാന്തമാകുക എന്ന് പറയുമ്പോൾ അവന്റെ വാക്കിന് കീഴ്പ്പെടാത്തതൊന്നുമില്ല, സകലം അവനെ അനുസരിക്കുന്നതാണ്. ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന തിരമാലയുടെ നടുവിലായിരിക്കുന്ന ആ ശിഷ്യന്മാരെ സമാധാനം കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അടുത്തത് ദൈവം സമാധാനം നൽകി അനുഗ്രഹിച്ചത് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവനാണ്. സ്വസ്ഥതയില്ലാത്തതായ ഒരു കമ്മ്യൂണിറ്റി. കാരണം അവിടെയുള്ള ഒരു മനുഷ്യന്റെ മേൽ മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ 2 പേരെന്നാണ് വായിക്കുന്നത്. മർക്കോസ് സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിലും ലൂക്കോസ് സുവിശേഷത്തിലും നമ്മളിത് വായിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ് 28 മുതലുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 28 ഓൺവേഴ്സ്. അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയാറെ 2 പുതഗ്രസ്തർ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവരെതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവരോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു. പൊയ്ക്കുറുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ടു പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടമെല്ലാം കടുന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചത്തു.
മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്നു സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു. ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ടു യേശുവിനെതിരെ ചെന്നു. അവനെ കണ്ടാതെ തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. ഇവിടെ ഗദരേന്യരുടെ ദേശത്ത് കർത്താവ് എത്തി. ഈ കാറ്റും തിരമാലകളും ഒക്കെ സഹിച്ച് അതിനെ ഫേസ് ചെയ്ത് ഗദരേന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ 2 പേര്, ഭൂതഗ്രസ്തരായ 2 പേര്, വേറെടുത്ത ഒരാളെന്ന് എഴുതിയിരിക്കുന്നു, അവനെതിരെ വരുന്നതാണ് വായിക്കുന്നത്. അവിടെ അത്യുഗ്രന്മാരായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ പലപ്പോഴും ഈ ആളിനെ അല്ലെങ്കിൽ ഇവരെയോ ചങ്ങല കൊണ്ടൊക്കെ ബന്ധിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊട്ടിച്ച് രക്ഷപ്പെടുന്ന ഭൂതഗ്രസ്തനായ മനുഷ്യനെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ മനുഷ്യന്റെ പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ആദ്യമായിട്ട് നമുക്ക് നോക്കുവാനായിട്ട് സാധിക്കുന്നത് സാത്താൻ എന്തൊക്കെ ഒരു മനുഷ്യനോട് ചെയ്യാൻ കഴിയും. ഈ മനുഷ്യനെ നോക്കിയാൽ അവന്റെ ജീവിതത്തിലെ സാന്നിധ്യം, അവന്റെ ശരിയായ നോർമലായ ഒരു മനുഷ്യനെ പോലെ ജീവിക്കുവാൻ ഇവർക്ക് കഴിയാതെ പോയി. അത് പിശാച് അവനിൽ നിന്ന് റോബ് ചെയ്ത് കഴിഞ്ഞു. സെൽഫ് കൺട്രോൾ അവനിൽ നിന്ന് റോബ് ചെയ്ത് കഴിഞ്ഞു. അവനിൽ നിന്ന് അത് എടുത്തു കളയുവാൻ ഇടയായി തീർന്നു. തന്നെത്താൻ ചതയ്ക്കുന്നവനായി സെൽഫ് കൺട്രോൾ അല്ലാതെ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയാത്തതായ രീതിയിലുള്ളതായ ഒരവസ്ഥ, അതെല്ലാം സാധാരണക്കാരായ ഒരു മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ട ഇതെല്ലാം പിശാച് അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു. അവന്റെ ഉള്ളിൽ വലിയ ഭയമുള്ളവനാക്കി തീർത്തു. fills him with fears, fills him of joys of home and friends. വീടിനെ കുറിച്ചുള്ള സന്തോഷം പോയി. അതുകൊണ്ടാണ് വീട് വിട്ടിട്ട് കലറുകളിൽ പാർക്കുന്നത്. അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത്, അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും പോകുന്നില്ല. അവൻ ഓടി പോകുകയാണ്, കല്ലറകളിലാണ് പാർക്കുന്നത്. പലപ്പോഴും അവന്റെ ഉള്ളിൽ പിശാച് അവനുണ്ടാകാൻ പോകുന്ന നിത്യശിക്ഷാവിധിയെ കുറിച്ചൊക്കെയുള്ളതായ ചിന്തകളൊക്കെ കൊടുത്തിട്ട് അവൻ അതിന് മാത്രം യോഗ്യത ഉള്ളവനാണ് എന്ന് ചിന്തിക്കുന്ന അനുഭവമാണ് ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പിശാച് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരോട് ചെയ്യുന്നത്. ലോകം എന്താണ് ഈ സാഹചര്യത്തിൽ ചെയ്യുന്നത്? സൊസൈറ്റി ഈ മനുഷ്യനെ അല്ലെങ്കിൽ 2 പേരെ എന്ത് ചെയ്തതെന്ന് നമ്മൾ വായിക്കുമ്പോൾ, മറ്റു സുവിശേഷങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, അവനെ റിസ്ട്രെയിൻ ചെയ്തിരുന്നു, ചങ്ങലയിട്ട് അവനെ ബന്ധിച്ചിരുന്നു. എന്നിട്ട് പലപ്പോഴും ആ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞിരുന്നു. അവനെ ഐസൊലേറ്റ് ചെയ്തിരുന്നു. ആരും ആരുടെയും വീട്ടിലോ നാട്ടിലോ അവരുടെ നാട്ടിൻ പുറത്തോ പാർപ്പിക്കാതെ ഐസൊലേറ്റ് ചെയ്ത് കല്ലറുകളിൽ പാർപ്പിക്കുന്നവനായിരുന്നു. അവനെ ത്രട്ടൺ ചെയ്തിരുന്നു. നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ളതായ ഒരു മനുഷ്യനെ ചുവനേറി ഒന്നും വിടത്തില്ല. അവനെ കണ്ടാൽ തന്നെ അവനെ ഉപദ്രവിക്കുകയോ കല്ലെടുത്തെറിയുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് സൊസൈറ്റിക്ക് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് അണേബിൾ ടു ചേഞ്ച് ചെയ്യും. അവർക്ക് ഒരിക്കലും ഈ മനുഷ്യനെ ചേഞ്ച് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശു കർത്താവ് അവന്റെ ഉള്ളും അവന്റെ പുറവും ഒരുപോലെ ചേഞ്ച് ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നു. ഇൻസൈഡ് ആൻഡ് ഔട്ട്, വിതിൻ ആൻഡ് വിത്തൗട്ട്, മുഴുവൻ ചേഞ്ച് വരുത്താൻ കഴിയുന്നത് യേശു കർത്താവിന് മാത്രമേ ഉള്ളൂ. അവൻ യേശു ഇവന്റെ അടുക്കിലേക്ക് വന്നു എന്നുള്ളതാണ് ദൈവകൃപയുടെ മഹാത്മ്യം. നമുക്കറിയാം, യേശുവിനെതിരെ ദേശത്ത് വന്ന് വേറെ അത്ഭുതങ്ങളൊന്നും ഇവിടെ ചെയ്തില്ല. യേശുവിനെ അവര് പെട്ടെന്ന് ഓടിച്ചു കളയുകയാണ് ചെയ്തത്. ഈ ഒറ്റ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി കാറ്റും തിരമാലയിൽ യേശുവിനെ മുക്കിക്കളയാൻ ശ്രമിച്ചപ്പോൾ അതിനെ പോലും ഫേസ് ചെയ്ത് അവന്റെ അടുക്കിലേക്ക് വന്നതായ ദൈവപുത്രനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവന്റെ അത്ഭുതത്തിന്റെ ശക്തിയാൽ, അവന്റെ വചനത്താലാണ് ഈ മനുഷ്യനെ വിടുവിക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അവന്റെ വചനത്തിന്റെ ശക്തി അത്രമാത്രം വലിയതാണ്. അവന്റെ കഴിവ് എത്രമാത്രം വലിയതാണ്. അത് നമുക്ക് കൂടുതലായി ചിന്തിക്കുവാനൊക്കെ ഇടയായി തീരുന്നതാണ്. ഇന്ന് പൽക്കാലം നമ്മുടെ ദൈവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിഷയം ഇതാണ്. മത്തായി ചിത്രീകരിക്കുന്നത് കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങൾ, 10 അത്ഭുതങ്ങൾ എടുത്തിട്ട് അതിനെ 3 ഗ്രൂപ്പാക്കി തീർത്തിട്ട്, ഒന്നാമത്തേത് ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന യേശു കർത്താവിന്റെ കൃപയെ കുറിച്ച് ചിത്രീകരിച്ചു. കുഷ്ഠരോഗിയായ ജാതിയായ ശതാധിപന്റെ ദാസനെ, അതുപോലെ തന്നെ പത്രോസിന്റെ അമ്മായിയെ വിടുവിക്കുന്നതിനെ കുറിച്ച് നാം കേട്ടു. രണ്ടാമതായി സ്വസ്ഥതയില്ലാത്തതായ ആളുകൾക്ക് വേണ്ടി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, കാറ്റും കടലും വളരെ ശക്തമായി അടിച്ചു വരുന്നതായ ആളുകൾക്ക് സ്വസ്ഥത, സമാധാനം കൊടുക്കുന്ന യേശു കർത്താവ്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നവൻ. ഒരു സമൂഹം മുഴുവൻ, ഒരു സൊസൈറ്റി മുഴുവൻ, ഗദരേന്യരുടെ ദേശം മുഴുവൻ ഭയത്തോടുകൂടെ ഭൂതഗ്രസ്തരായ മനുഷ്യരെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ
അവരുടെ അടുക്കിലേക്ക് ഈ തിരമാലയുടെ നടുവിൽ അതിനെ ഫേസ് ചെയ്ത് യേശു കർത്താവ് കടന്നു വന്ന് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്താണ് കാണുവാനായി സാധിക്കുന്നത്. ഇന്നും ദൈവം തന്റെ പ്രവൃത്തി ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? നമ്മെ കുറിച്ച് മറ്റുള്ളവർക്ക് വലിയ ചിന്തകളൊന്നും കാണുകയില്ലായിരിക്കാം. എന്നാൽ കർത്താവ് നമ്മെ ഓർക്കുന്നവനാണ്, നമ്മെ അറിയുന്നവനാണ്, നമ്മെ കുറിച്ച് വിചാരപ്പെടുന്നവനാണ്. അവനെന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവന്റെ വാക്കിന്റെ മുമ്പാകെ സകലവും കീഴ്പ്പെടും. നാം ഇനിയും ഈ ദേശത്തെ പുതുക്രിസ്തനെ കുറിച്ച് അടുത്ത ആഴ്ച അല്പം കൂടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഭാഗം വായിച്ചുകൊണ്ട് വന്നാൽ നല്ലതായിരിക്കും. മത്തായി സുവിശേഷം 8ഉം 9ഉം അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പോൽക്കാലം യേശുവിന്റെ വാക്കിന്റെ ശക്തിയെ നമുക്ക് ധ്യാനിക്കാം. യേശുവിന്റെ മനസ്സിനെ നമുക്കൊന്ന് അല്പസമയം ധ്യാനിക്കാം. അവൻ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായ പ്രശ്നങ്ങൾ, കാറ്റുകൾ, ഓളങ്ങൾ, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, സൊസൈറ്റിക്ക് ചേഞ്ച് വരുത്താൻ കഴിയാത്ത, സൊസൈറ്റിക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ, സമൂഹത്തിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കാൻ ഒരുവന് മാത്രമേ കഴിയുള്ളൂ. അത് യേശു കർത്താവാണ്. ഇന്ന് അവനെ സ്തുതിക്കുവാൻ നാം വന്നിരിക്കുന്നു. ദൂതന്മാർ അവനെ ആരാധിക്കുന്നുണ്ട്, ഭക്തിയോടെ അവനെ ആരാധിക്കുന്നുണ്ട്, സകല ശക്തിയോടെ കൂടെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ അവർക്കാർക്കും കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയാനുള്ള അവകാശമില്ല.